ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ന്യൂ കോളനിയിലാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത്. ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള നടപടി സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു. കോളനി നിവാസികൾ ആശങ്കയിലാണ്. ബിനീഷ് ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രിയാണ് 9:30 കൂടി ഒരു തൊഴിലാളി കുടുംബവും അതോടൊപ്പം തന്നെ ഓട്ടോ ഡ്രൈവറും സഞ്ചരിച്ച വാഹനം ആന ആക്രമിക്കുകയായിരുന്നു. മണീനെ കൂടുതലായിട്ട് ആക്രമിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മണി മരണമടയുകയായിരുന്നു. ഈ വാർത്ത ആളുകൾക്ക് ഏറ്റവും സങ്കടമുളവാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു ഭീതി ആളുകളിൽ നിന്ന് വിട്ടുമാറുന്ന മുമ്പ് തന്നെ എനിക്ക് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കോളനി നിരവധി ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഈ കോളനിയുടെ തൊട്ടുപുറകിലാണ് 5ഓളം കാട്ടാനക്കൂട്ടങ്ങൾ നിൽക്കുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് ഇന്നലെ രാത്രി ഒരു 8 മണിയെ പോലെ വന്നു. 8 മണിയെ പോലെ വന്നിട്ട് പിന്നെ അവസാനം ഇവിടെയാണ് 5 നിൽക്കുന്നത്. ഞങ്ങൾ ആൾക്കാർ സഞ്ചരിക്കുന്നിടത്താണ് നിൽക്കുന്നത്. വനവകുപ്പ് ഒന്നും ആരും വന്ന് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇത് എത്ര പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം. ഇന്നത്തെ ഈ സംഭവങ്ങളെല്ലാം കേട്ടിരുന്നു? എല്ലാം കേട്ടു, എല്ലാവരും കേട്ടിരുന്നു. ഞങ്ങൾക്കും പേടിയുണ്ട്. കൊല്ലം ചുറ്റു കാടാണ്. 5 ആന വന്ന് ഇന്നലെ വൈകിട്ട് വന്നിരുന്നു. ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കുന്നവർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വന്ന് വനവകുപ്പുകാർ വന്ന് ആരും വന്ന് അന്വേഷിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ഇങ്ങനെ വന്ന് കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നു. രാത്രിക്ക് കിടന്നുറങ്ങാൻ പേടിയാണ്. ഇതിന് ഉടനെ തന്നെ നല്ല നടപടി എടുക്കണം. ഇന്നലെ മുതൽ നിലയുറപ്പിച്ച ഒരു കാട്ടാനക്കൂട്ടമാണ് എനിക്ക് മുന്നിൽ കാണുന്നത്. വനവകുപ്പ് പരാതിപ്പെട്ടിട്ടും വനവകുപ്പ് ഈ സ്ഥലത്തെത്തിയില്ല എന്നുള്ളൊരു വ്യാപക ആക്ഷേപം തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം തന്നെയാണ്. ഇന്നലെയും അതേപോലെ തന്നെയായിരുന്നു. സമാനമായ രീതിയിൽ വനവകുപ്പ് സ്ഥലത്തെത്തിയില്ല എന്നുള്ളൊരു ആരോപണങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് LDFും അതോടൊപ്പം തന്നെ കോൺഗ്രസും വിവിധ പ്രക്ഷോഭ പരിപാടികൾക്കും ഹർത്താൽ വരെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വനവകുപ്പിനെതിരെ ശക്തമായ ഒരു ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. ഏതായാലും നടപടിയെടുത്തില്ലെങ്കിൽ, കാട്ടാനകളെ തുരത്താനുള്ള ഒരു നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരടക്കം തീരുമാനം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.